തിരുവനന്തപുരം നന്തങ്കോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരൻ. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. 2017 ഏപ്രിലിലാണ് കേഡൽ ജെൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയത്. ശിക്ഷാവിധി നാളെ. നന്തൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ കോടതിയുടെ വിധി പ്രസ്താവമുണ്ടായിരിക്കുകയാണ്. ഈ കേസിലെ ഏക പ്രതി കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ശിക്ഷാവിധി നാളെയായിരിക്കും കോടതി പറയുക. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ മീഡിയം ചേരുകയാണ്. പ്രോസിക്യൂട്ടറിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ശിക്ഷാവിധിക്ക് മുമ്പ് തന്നെ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ കോടതിയിലേക്ക് അല്ലെങ്കിൽ കോടതിയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന നടപടിയിലേക്ക് പ്രോസിക്യൂഷനെ എത്തിച്ചത്? അല്ല, ഇത് കേസ് പ്യൂർലി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിനെ ബേസ് ചെയ്തുള്ളതായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ പ്രോസിക്യൂട്ടറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് വരികയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ ഇതിനകത്തുണ്ടെന്നോ ഈ പ്രതിയല്ലാതെ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നുള്ള ചെറിയൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രതിക്ക് സംശയത്തിൻ്റെ അനുകൂലത്തിൽ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു ഒരു നേച്ചർ ഓഫ് കേസായിരുന്നു ഇത്. അപ്പോൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അത് അന്വേഷണത്തിൻ്റെ ഭാഗത്തു നിന്നും കണ്ടെത്തിയ തെളിവുകളും അത് കണക്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്റ്റെൻറ്റ് വരെ എനിക്ക് എൻ്റെ വർക്ക് ലൈറ്റ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അന്വേഷണത്തിൻ്റെ ആ ഒരു മികവും ആ കളക്ഷൻ ഓഫ് എവിഡൻസും ആ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്തതും സാക്ഷികളെ ചൂസ് ചെയ്തതും അതൊക്കെ നല്ല രീതിയിൽ പ്രോസിക്യൂഷനെ സഹായിച്ചിട്ടുണ്ട്. 2017 ഈ കൊലപാതകം നടക്കുന്നത്. പക്ഷേ 2024 വരെ ഇതിൻ്റെ വിചാരണയ്ക്ക് നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ ഈ പ്രതി പറഞ്ഞത് എനിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതൊന്നും കോടതി മുഖവിലേക്ക് എടുത്തിരുന്നില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഈ പ്രതി കുറ്റക്കാരനാണ്, ഇന്ന മോട്ടീവ് കൊണ്ടാണ് ഇത് ചെയ്തത്, അതെങ്ങനെയാണ് സമർത്ഥിച്ചത്? അല്ല, ഇതിനകത്ത് മോട്ടീവ് പ്രൂവ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ എവിഡൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇതെല്ലാം ആ മോട്ടീവിനെ കാര്യം പറയുന്ന ഈ ഇൻഹൗസ് ആയിട്ടുള്ള ആ പാരൻസുമായിട്ടുള്ള ആ ഒരു സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ അത് ആ 4 വാൾസിനകത്തുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അവരുടെ മരണത്തോടുകൂടി അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ ഒരു തെളിവ് വരാനായിട്ട് പറയാൻ കഴിയുള്ളവരെല്ലാം തന്നെ മരണപ്പെട്ടു പോയിരുന്നു. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത എവിഡൻസ് വന്നിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സിനോട് പ്രതി പറഞ്ഞ കാര്യങ്ങളാണ്. അതെല്ലാം എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ്റെ ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛൻ്റെ മോശമായിട്ടുള്ള പെരുമാറ്റം, അച്ഛൻ റിട്ടയർമെൻറ്റിന് ശേഷം വളരെയധികം മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തെ എന്ത് കാര്യത്തിനും വഴക്ക് പറയുമായിരുന്നു, പിന്നെ പുള്ളി ഒരു ഇൻട്രോവേർട്ടായിരുന്നു, അധികം ആൾക്കാരോട്ടും മിണ്ടാതെ കൂടുതൽ സമയം വീടിനകത്തിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീട്ടുകാരൊത്തിരി മോശമായിട്ടൊരു രീതിയിൽ അതൊന്നും ശരിയല്ല ഇങ്ങനെയുള്ളതിന് അതിന് പുള്ളിക്കാരനോട് വഴക്ക് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അമ്മയും ഈ ഇലക്ട്രോണിക് എവിഡൻസ് വന്നിട്ടുണ്ട്. കാര്യം ഇവർ തമ്മിലുള്ള ഈ വാട്സാപ്പ് ചാറ്റും ഫോൺ ചാറ്റും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചോ എന്ന് ആ ഒരു ബിൽഡിങ്ങിനകത്ത് താമസിക്കുന്ന ഈ 5 പേരടങ്ങുന്ന കുടുംബം പോലും പരസ്പരം ഫുഡ് കഴിച്ചോ എവിടെയെങ്കിലും പോയെന്ന് ചോദിക്കുന്നത് തന്നെ വാട്സാപ്പ് ചാറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ വീടിനകത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു ഫാമിലി ബോണ്ടിങ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഒരു കൊലപാതകം നടത്തുന്നു, ആ കൊലപാതകം നടത്തി മണിക്കൂറുകൾക്ക് ശേഷവും ആ വീട്ടിൽ തന്നെ തുടരുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, കൃത്യമായിട്ടുള്ള സമയമെടുത്ത് അടുത്ത 2 കൊലപാതകങ്ങൾ കൂടി നടത്തുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതിനാണല്ലോ മെയിനായിട്ട് ഞങ്ങൾക്ക് എവിഡൻസ് കിട്ടിയിട്ടുള്ളത്. 4-ാം തീയതി തന്നെ ഇദ്ദേഹം ഈ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള മോപ്പ്, ലോഷൻസ് ഇതെല്ലാം അന്നൊട്ട് 4-ാം തീയതി തൊട്ടേ വാങ്ങിച്ചു കഴിഞ്ഞു. അതുപോലെ അമ്മ 20-ാം തീയതി ബ്രൂണോയിൽ പോകാനിരിക്കുകയാണ്. അപ്പം അറ്റ് ദ ഏർലിയസ്റ്റ് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് ഇവരെ എല്ലാവരും കൊല്ലണമെന്നുള്ളത് പ്രതി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നുള്ളത് കൃത്യമായിട്ട് ഈ എവിഡൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പം പലതരത്തിലുള്ള 4-5 മർഡർ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കേസുകൾ പോലും റെയർസ്റ്റ് ഓഫ് റെയറിൽ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സർക്കംസ്റ്റാൻസും ഏത് സാഹചര്യത്തിലാണ് ആ പ്രതിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, എന്ത് കാര്യത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഈ കേസിൽ വരുന്നില്ല. അതുപോലെ ഈ 4 ഡേയ്സ് ആ ഡെഡ് ബോഡിയുടെ കൂട്ടത്തിലിരുന്ന് ആ മർഡർ കമ്മിറ്റ് ചെയ്ത് അടുത്തയാളെ മർഡർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുക, ഇങ്ങനെയുള്ളൊരു കേസ് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഹിസ്റ്ററിയിൽ പോലും ഇതുവരെ വരാത്തൊരു രീതിയിലുള്ളൊരു മാനറാണ് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റെയർസ്റ്റ് ഓഫ് റെയർ കേസ് ആകണം എന്നുള്ള രീതി തന്നെ പ്രോസിക്യൂഷൻ വാദിക്കുന്നത്.